സ്വന്തമായി ഗോളില്ല, പക്ഷേ കലാശക്കളിയിലേക്ക് നീലപ്പട കയറിയത് അയാളുടെ ആ കുറുകിയ കാലിൻ്റെ ശക്തിയിൽ തന്നെയാണ്. മെസ്സി ആ പേരിലാണ് അർജന്റീനയുടെ കനവും കളിമികവും ഒക്കെയുള്ളത്. ഇനി ഫൈനൽ പോരിൽ സ്പെയിൻ കരുതണം, കാരണം അയാൾ രണ്ടും കൽപ്പിച്ചാണ്. ഈ ലോകകപ്പിന്റെ പാതി വഴിയിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മന്ത്രവാദികൾ വേണ്ടിവരും. പക്ഷേ അവർക്ക് സ്വന്തമായി ലയണൽ മെസ്സി എന്ന മാന്ത്രികനുണ്ട്. ഗോളടിക്കുന്നതിൽ നിന്നേ നിങ്ങൾക്ക് അയാളെ തടയാനാകൂ. കളിമെനയാനും കളിപ്പിക്കാനും അയാളോളം കരുത്ത് പുതിയ പുൽമൈതാനങ്ങളിൽ ആർക്കുമില്ല. മെസ്സി ഗോളടിക്കുന്നത് തടഞ്ഞാൽ കളി വരുതിയിലാക്കാം. കഴിഞ്ഞ 3 കളികളിൽ എതിർ ടീമിന്റെ പരിശീലകർ ആദ്യ പകുതിയിൽ വിജയിച്ച തന്ത്രം. പക്ഷേ അയാളുടെ ജാലവിദ്യകളുടെ മന്ത്രധ്വനികൾ അക്ഷയപാത്രം പോലെയാണ്. മൈതാനങ്ങളിൽ അത് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. തോറ്റുവന്ന് എഴുതിത്തള്ളിക്കഴിഞ്ഞും അവസാന ശ്വാസം വരെയും അയാൾ പൊരുതും. ആവനാഴിയിലെ അമ്പുകൾക്ക് ഏറ്റവും മൂർച്ച കൂടുക ഒടുവിലാണ്. എത്ര മതിൽ കെട്ടിയാലും അമ്പുകൾ ലക്ഷ്യസ്ഥാനത്തെത്തും, പഴയതിനേക്കാൾ മൂർച്ചയോടെ. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പോഴും അയാളെ പരാജയപ്പെടുത്താനാകില്ല. നിങ്ങൾ മെച്ചപ്പെടുമ്പോഴേക്കും അയാൾ നിങ്ങൾക്ക് മുകളിൽ പുതിയ കൊട്ടാരം പണിതിട്ടുണ്ടാകും. അതിലയാൾ രാജാവിനെ പോലെ വാഴും. ലയണൽ മെസ്സി. ഇതുവരെയുള്ള അർജന്റീനയുടെ കളികളിൽ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഏഞ്ചൽ ഡി മരിയ എന്ന മാലാഖയുടെ. ഇംഗ്ലണ്ടിനെതിരെ മെസ്സിയുടെ മുഖത്തും കാലിലും കണ്ടത് ഡി മരിയയാണ്. ജയിക്കാനും ജയിപ്പിക്കാനും അയാൾ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെയെല്ലാം ചരിത്രമാകും. മെക്കാലിസ്റ്റർ തൊടുത്ത ഷോട്ട് പോസ്റ്റിലടിച്ച് തിരികെ വരുമ്പോൾ മെസ്സി ഒഴികെ എല്ലാവരും ഞെട്ടി. പക്ഷേ അയാൾ വളരെ ഭംഗിയായി ആ പന്ത് വീണ്ടെടുത്ത് മാരിവില്ലഴകോടെ പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ടു. ഇംഗ്ലീഷുകാരുടെ വലകുലുക്കി ലൗട്ടാറയുടെ അളന്നു മുറിച്ചുള്ള ഹെഡർ. ഒരുപക്ഷെ ദൈവിക സ്പർശം ഉണ്ടായിരുന്നിരിക്കണം ആ പന്തിൽ, അല്ലെങ്കിൽ അതിനുള്ളിലെ കാറ്റിലത്രയും അയാളുടെ ശ്വാസമായിരുന്നിരിക്കണം. ഇനി ഒരു താക്കോൽ കൂടി അയാളുടെ കൈവശമുണ്ട്. അതുപയോഗിച്ച് സ്പാനിഷ് പൂട്ടും അയാൾ പൊളിക്കുമെന്ന് ലോകം കരുതുന്നു. അങ്ങനെ സംഭവിച്ചാൽ പുതിയ ഇതിഹാസം എഴുതപ്പെടും. അതിൻ്റെ പുറംചട്ടയിൽ മിശിഹയായി അയാൾ വാഴ്ത്തപ്പെടും. കെ പ്രശാന്ത്, അമൃത ന്യൂസ്.